രേണു സുധിയുടെ വിഷയം ഇനി സബ്ജക്റ്റ് ആക്കണ്ട എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു തീരുമാനം. കാരണവുമുണ്ട്. നിരന്തരമായിട്ട് ഈ ഒരേ കാര്യം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സെക്കൻഡ് തിങ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കാലങ്ങളായി നടക്കുന്ന ഒരു കാര്യം, നമ്മളൊരു വിഷയം അവതരിപ്പിക്കുന്നു, ആ വിഷയം കൃത്യമായി കാര്യം മനസ്സിലാക്കി ബോധ്യപ്പെട്ട ശേഷം മാത്രമാണ് പബ്ലിക്കിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ മനസ്സിലാകാത്തവർക്ക് 10 വീഡിയോ കൂടുതൽ ഇട്ടാലും മനസ്സിലാക്കാൻ പോകുന്നില്ല. ഒരു വീഡിയോ 2 വീഡിയോ ഒക്കെ ഇടാം. 10 വീഡിയോ ഇട്ടിട്ടും ആളുകൾക്ക് ഒരാളുടെ ക്യാരക്ടർ മനസ്സിലാവുന്നില്ല, അവർക്ക് വേണ്ടി സപ്പോർട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള രീതിയിൽ അത് ഒഴിവാക്കിയിട്ട് നമ്മുടെ വഴി നോക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് തിങ് എന്ന് ഞാൻ പറയും. അതെൻ്റെ ഒരു അഡ്വൈസാണ്. ഇങ്ങനെ ഒരു വിഷയം എടുക്കുന്നവർ, ഞാൻ മൈസെൽഫ് എക്സ്പീരിയൻസ് ചെയ്ത് വർഷക്കണക്കിന് ഒരു വിഷയവുമായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പല വർഷക്കണക്കിലുള്ള അഴുകിയ വിഷയങ്ങളൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്യുകയാണ്. അപ്പോൾ ഞാനിത് ആമുഖമായി പറഞ്ഞു എന്നേ ഉള്ളൂ. രേണു സുധിയുടെ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാലും തീരാത്ത അത്രയും പ്രശ്നങ്ങൾ ആ സ്ത്രീയുടെ കയ്യിലുണ്ട്. ഈ ഒരു അവയർനെസ് നോട്ട് കൊടുക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ഥിരമായി ഈ സ്ത്രീ അവരെ ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു അവരെ എല്ലാം ഉപദ്രവിക്കുന്ന ഒരു ഫോമുണ്ട്. അത് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ആസ് എൻ ഇൻഫ്ലുവൻസർ എനിക്ക് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം എടുക്കുന്നത്. ഈ ബിഷപ്പ് പറഞ്ഞ ഒരു കാര്യം, അതായത് രേണു സുധിയെ സപ്പോർട്ട് ചെയ്തു എന്നൊരൊറ്റ കുറ്റം ചെയ്ത ബിഷപ്പ് പറയുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രം നമുക്ക് കേൾക്കാം. മുഴുവൻ ഇൻ്റർവ്യൂ നിങ്ങൾ അവരുടെ ചാനലിൽ തന്നെ പോയി കാണുക. കാരണം മെനക്കെട്ട് പോയി ഒരാൾ ഇൻ്റർവ്യൂ എടുത്താൽ നമ്മൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, മെജോറിറ്റി പോർഷൻസും ഒക്കെ എടുത്ത് നിങ്ങളടുത്ത് പ്ലേ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ വ്യൂ കിട്ടാതെ പോകുമല്ലോ. അപ്പോൾ എഫർട്ട് അവരെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കാണ് അതിനുള്ള ഈ അവകാശം. അപ്പം ഞാൻ കുറച്ച് ഭാഗം മാത്രം ഇവിടെ കേൾപ്പിക്കാം, എൻ്റെ സാരാംശം. ബാക്കി പൂർണ്ണ രൂപം നിങ്ങൾ അതിൽ തന്നെ പോയി കാണുക. എന്നെ ഇന്റർനാഷണൽ കോൾ വിളിച്ചിട്ട് പലയിടത്തു നിന്നും വിളിപ്പിച്ചിട്ട് തെറി വിളിക്കുകയാണ്. എനിക്ക് ഭയമുണ്ട്, നല്ല പേടിയുണ്ട്. എന്തിനു പേടിക്കുന്നു വെച്ച് കഴിഞ്ഞാല് ഇവരുടെ പിൻപിൽ ആൾക്കാരുണ്ട്, നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇവര് ബിഗ് ബോസിൽ പോയതിനു ശേഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വളരെ ഭീകരമായിട്ടുള്ള വലിയ അജാനുബാഹുക്കളായ മനുഷ്യരായി വരുന്നത്. ഇവരടിക്കാൻ വേണ്ടി ആരോ പറഞ്ഞു വിട്ടതായിട്ടൊക്കെയുള്ള വിവരങ്ങൾ ആ സ്ത്രീക്ക് എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാനോ എന്റെ ജീവനെ തന്നെ അപായപ്പെടുത്താനായിട്ടോ ഇവർ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. ഇതെല്ലാം നിർത്തിക്കോണമെന്നാണ് പറഞ്ഞത്. നിർത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാമെന്നാണ് എന്നോട് പറഞ്ഞത്. എന്നെ വ്യക്തിഹത്യ ചെയ്തു. അതൊരു ചെറിയ കാര്യമല്ലോ. ഇവരെന്നീ പ്രോപ്പർട്ടിക്കകത്ത് വന്നു, അതിനുശേഷം 1 സെന്റ് സ്ഥലം ആരും വാങ്ങാൻ പറ്റത്തില്ല, വന്നിട്ടില്ല. ഞാൻ ആ കുപ്പായത്തെ ബഹുമാനിച്ചൊന്നും പറയുന്നില്ലെന്ന് പറയുമ്പോൾ എത്രമാത്രം അവരെന്നെ കല്ലെടുത്ത് എറിഞ്ഞ പോലെ അവർ സംസാരിച്ചത്. ഈ തങ്കച്ചന്റെ പേരിലും ഈ രേണു സുധിയുടെ പേരിലും കേസ് ഫയൽ ചെയ്യാൻ എനിക്ക് മാർഗമുള്ളൂ. നല്ല ബോധത്തോടെ അല്ലേ ഞാൻ അവരുടെ 2 കുഞ്ഞുങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി എഴുതി കൊടുത്തത്. ഒരു വ്യക്തിയോ ഒരു കുടുംബത്തെയോ സ്ഥിരതയില്ലെന്ന് പറയുമ്പോൾ അവർ, ഞാൻ മാത്രമാണ് എന്റെ കൂടെ ഉള്ളത്. എന്റെ ബ്ലഡ് റിലേറ്റീവ്സിന് അത് കേൾക്കുമ്പോൾ അവരുടെ കണ്ണ് നിറയുന്ന അനുഭവങ്ങൾ ഉണ്ടായി. എത്ര ഹൃദയവേദനയോടുകൂടിയാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണുമ്പോൾ എനിക്കുണ്ടായ ഒരു മാനസികാവസ്ഥ. കഴിഞ്ഞ ദിവസം ആ സ്ത്രീ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, എന്റെ കുടുംബ സ്വത്ത്, അതിനെപ്പറ്റി പോലും അവർക്ക് എന്തൊക്കെയോ സംശയമുണ്ടെന്നാണ്. എന്റെ കുടുംബകാര്യത്തിൽ ഇടപെടാനോ എന്റെ കുടുംബത്തെ പറ്റി സംസാരിക്കുവാനോ ഞങ്ങളെ അപമാനിക്കുവാനോ മോശമാക്കി പറയുവാനോ എന്ത് യോഗ്യതയുണ്ട് ഈ സ്ത്രീക്ക്? രേണു സുധി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ കുടുംബത്തെയോ വ്യക്തിപരമായിട്ട് അവരെയോ സഹായിക്കാൻ പോകുമ്പോൾ വളരെ സൂക്ഷിച്ചും ആലോചിച്ചും ലീഗൽ ഒപ്പീനിയൻ വാങ്ങിയ ശേഷം മാത്രമേ ചെയ്യാവൂ. നമസ്കാരം. ആക്ച്വലി ഈ വിഷയം തന്നെ ഇപ്പം ബിഷപ്പ് എന്ത് പറഞ്ഞു അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ റീസെൻ്റ്ലി നടന്ന ഒരു സംഭവം അറിയാലോ, ഹെയർ എക്സ്റ്റൻഷനെ ബേസ് ചെയ്തിട്ട് ആ ഒരു കമ്പനിക്ക് ഉണ്ടായ പ്രോബ്ലം. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ക്രെഡിബിലിറ്റി തന്നെ നഷ്ടപ്പെടുത്തും. ഇനി അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തവർ പുറത്തേക്ക് കൊണ്ടുവരാൻ നല്ല കഷ്ടപ്പെടും. നല്ല സാമാന്യം ഭേദപ്പെട്ട കഷ്ടപ്പാടുണ്ടാകും. കാരണം ചിലരത് വിശ്വസിക്കാൻ തയ്യാറാകും. അത്രത്തോളം ഡീഗ്രേഡ് ചെയ്യണം ആ സ്ത്രീയുടെ സ്ഥിര പരിപാടി. അവരെ പുറത്തേക്ക് വരുമ്പോൾ ആ ഒരു കാര്യത്തിൽ എല്ലാവരും വിജിലൻ്റ് ആയിരിക്കണം. ഇനിയിപ്പോൾ ബിഗ് ബോസ് ഫെയിം ആണെന്നുള്ള രീതിയിൽ അവരെ കുറച്ച് അധികം എടുത്തു വെച്ചിട്ടുണ്ടാക്കുന്നവർ മനസ്സിലാക്കുക, ഫേക്കാണ്. ഒരു 100 വട്ടം നമ്മൾ ഈ കാര്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ആരും ഇത് അംഗീകരിക്കാനോ കേൾക്കാനോ തയ്യാറല്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫേക്കുകളെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഒരാൾ കൂടെ ഈ അബദ്ധത്തിൽ പോയി ചേരരുത് എന്നുള്ളത് കൊണ്ടാണ്. ബിഷപ്പിന് ഒരു പക്ഷേ ആ വസ്തു വിറ്റു പോകാനുള്ള ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് പുള്ളിക്കാരൻ ഇത് വിചാരിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ മേൽ പറയുന്ന ഏറ്റവും വലിയൊരു കുറ്റം. അതൊരു അഡ്വർടൈസ്മെൻ്റ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെയൊക്കെ വസ്തുക്കൾ കിട്ടാനില്ല, ഉടനെ തന്നെ ചൂടപ്പം പോലെ വിറ്റുപോകും. ഞാലിയാൻകുഴിയിലൊക്കെ തീപ്പെട്ടി കൂടെ അടിക്കുകണക്കാണ് വീടുകളൊക്കെ ഉള്ളത്. പ്രോപ്പർട്ടി വളരെ കുറവാണ്, ഉള്ളവർ ആരും വിൽക്കാൻ തയ്യാറുമല്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അവിടെയാണ് 2 സെൻറ്റ് ആയാലും പുള്ളി 10 സെൻറ്റ് അവർക്ക് മാറ്റി വെച്ചത്. ഇനിയിപ്പം കുറച്ചായിരുന്നാലും കുഴപ്പമില്ല, കൂടുതലായിരുന്നാലും കുഴപ്പമില്ല. അങ്ങനെ 1 സെൻറ്റ് ഭൂമിയെങ്കിലും ആർക്കെങ്കിലും ചുമ്മാ കൊടുക്കുമോ? അദ്ദേഹത്തിന് കുടുംബ ഓഹരിയിൽ കിട്ടിയ ഒരു പ്രോപ്പർട്ടി അവർക്ക് തന്നെ കൊടുക്കണം എന്നും നിർബന്ധമില്ലല്ലോ. അത് വിൽക്കണമെന്നും അത് മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന രീതി ഉപയോഗിക്കണമെന്നും അദ്ദേഹം ചിന്തിച്ചെടുത്തത് നടന്നില്ലേ?
അങ്ങനെ ഒരു ബിഷപ്പ് വന്ന് മുൻപിട്ട് നിൽക്കുന്നത് കൊണ്ടാണല്ലോ മറ്റൊരു കൂട്ടരും വന്നിട്ട് ശരി ജാതി മത ഭേദമന്യേ എല്ലാവരും ചേർന്ന് അവർക്ക് ഈ സപ്പോർട്ട് ചെയ്തു കൊടുത്തത്. അന്നത്തെ ഒരു ഡ്രാമ ഞാനും കണ്ടിരുന്നു. അത് ഡ്രാമ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഒരു ഭർത്താവ് മരിക്കുമ്പോൾ ഒരു ഭാര്യ കാണിക്കുന്ന കുറേയധികം കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് അത് ഡ്രാമയാണ് എന്നുള്ള ഫാമിലി ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ആ ഡ്രാമയല്ല ഞാൻ പറഞ്ഞത്. ഇനി അതും പറഞ്ഞുകൊണ്ട് വരണ്ട, അയ്യോ രേണു സുധി അപമാനിച്ച് ഡ്രാമയാണ് എന്ന്. അല്ല, ഭർത്താവ് നഷ്ടപ്പെട്ട് നിൽക്കുന്ന സ്ത്രീക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പെയിൻഫുള്ളായ ഒരു സമയം തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അതിന് ശേഷം കാണിച്ചതൊക്കെ ഡ്രാമയല്ലേ. ആ ഒരു സ്പ്രേയും അതിനോടനുബന്ധിച്ചിട്ട് കാണിച്ചതൊക്കെ ഡ്രാമയാണ്. അതിന് കൊടുക്കുന്ന വാല്യൂ എന്താണെന്ന് അവർ പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ നാറ്റ അടിച്ച നിങ്ങൾ ആ 7 അയലത്ത് നിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അപമാനിച്ചത് ആരെയാണ്? ആരെ കൊണ്ടാണോ അവർ ഈ നിലയിലേക്ക് എത്തിയത് അവരെ തന്നെയല്ലേ അവർ അപമാനിച്ചത്. അത് വല്ലാത്തൊരു സൈക്കിക് മെൻറ്റാലിറ്റിയിലാണ് ആ പെണ്ണുള്ളത്. ഒരുതരം നാർസിസം, വല്ലാത്തൊരു ക്യാരക്ടറാണ് രേണു എന്ന് ഞാൻ പറയും. പകരം അവൾക്ക് വേണ്ടിയിട്ട് സേഫായി, അല്ലെങ്കിൽ അവളെ സോപ്പിടാൻ വേണ്ടി, അല്ലെങ്കിൽ അവൾ നല്ലവളാക്കാൻ വേണ്ടി കുറേ പേര് നന്നായി മെനക്കെടുന്നുണ്ട്. മനസ്സിലാവാത്തൊരു കാര്യമാണ്. നമ്മൾ കണ്ട കാര്യം പറയുന്നതിന് നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ തലയിലോട്ട് കയറുന്നത്? ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് കണ്ടു എന്ന് വയ്ക്കാം, ഒരു ബൈക്കും ഒരു കാറും ഇടിച്ചു എന്ന് വയ്ക്കാം. ബൈക്കുകാരൻ്റെ തെറ്റാണെന്ന് നമുക്ക് കണ്ടാൽ നമ്മളത് പറയത്തില്ലേ? ഇതിൽ ബൈക്കുകാരൻ മരിച്ചു എന്ന് വയ്ക്കാം, മരിച്ചത് കൊണ്ട് അയാൾ ചെയ്ത തെറ്റല്ലേ? അത് തീർച്ചയായിട്ടും പറയും. കാഴ്ചക്കാരുണ്ടാവും, അവർക്ക് മറ്റ് ഇതൊന്നും ഉണ്ടാവത്തില്ല. ആ തെറ്റെന്ന് തന്നെ പറയും. നാളെ ഇത് ആരെങ്കിലും ഫോളോ ചെയ്യാൻ തയ്യാറായാൽ ഇതേപോലെ വീണ്ടും ഒരു മരണം നമ്മൾ കാണേണ്ടി വരും. സ്വാഭാവികമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. രേണു കാണിക്കുന്നത് മുഴുക്ക ആരൊക്കെ അവരെ സഹായിക്കുന്നോ അവർക്കൊക്കെ എഗൻസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു വൃത്തികെട്ട മനോഭാവമാണ്. വീട് എനിക്ക് വേണ്ട, ഞാൻ മറ്റൊരു വീട് വെച്ച് താമസിക്കും എന്നൊക്കെ ധാർഷ്ട്യത്തോടു കൂടി പറയും. ഈ ഒരു അവസ്ഥയിലേക്ക് അവൾ തന്നെയാണ് അവളെ കൊണ്ടെത്തിച്ചത്, വേറെ ആരുമല്ല. ഇത് ഓരോ ദിവസവും ആ വീട്ടിൽ കിടക്കുമ്പോൾ ആ വിഷമം ഉണ്ടാകും. കാരണം ആ വീട് കൊടുത്തവരെ അത്രത്തോളം അധിക്ഷേപിച്ചിട്ടാണ് ആ വീട്ടിൽ കിടക്കുന്നത്. കുറ്റം പറയാം ഒരു പരിധി വരെ. നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ചിലവാക്കി നമ്മൾ വെച്ച വീടിനകത്ത് കംപ്ലയിൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെതിരെ ശക്തമായി നീങ്ങണം. ശക്തമെന്ന് മാത്രമല്ല, കേസും കൊടുക്കണം. പക്ഷേ അവർ വെച്ച് തന്ന വീടാണ്, അതിൽ ചെറിയ കുറവുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അത്രയെങ്കിലും നമ്മളെ കൊണ്ട് പറ്റണ്ടേ? ഇപ്പോൾ 25 ലക്ഷം രൂപയുടെ ഒരു വീട് മാനേജ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കും. ഇത് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അവർ വെച്ച് തന്ന വീടാണെങ്കിൽ അത് മരണം വരെ അവർ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നത് ധാർഷ്ട്യമാണ്. ആ ധാർഷ്ട്യത്തിന് എഗൻസ്റ്റാണ് എല്ലാവരും നിന്നത്. ഈ ഒറ്റക്കെട്ടായി എല്ലാവരും നിൽക്കുന്ന ഒരവസ്ഥയല്ല. മതിൽ പണിത് കൊടുത്ത ഷാജന് കിട്ടിയ ഇടി കേട്ടില്ലേ? നീ ഞങ്ങളെ വെച്ച് ഇത് ചെയ്തില്ല. രണ്ട് സൈഡിലും ഉണ്ട്, അത് ഞാൻ തർക്കം പറയത്തില്ല. ഇപ്പോൾ വീട് വെച്ചു കൊടുത്ത ആ ബിൽഡർക്കും ഒരു കൺസെപ്റ്റ് ഉണ്ട്. കാരണം ഇത് ആര് വെച്ചു കൊടുത്തു, ആരാണ് ഇതിൻ്റെ ഇത് എന്ന് അന്വേഷിക്കുകയും അയാൾക്കൊരു വർക്ക് കൊടുക്കാമെന്ന് പലരും ചിന്തിക്കുകയും ചെയ്യും. അയാളുടെ പണി പാടെ തീർന്നു. അയാൾക്ക് ഇനി എവിടെയെങ്കിലും ഒരു പ്രോജക്റ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മളാരും നമ്മളുടെ വീട് വെക്കുമ്പോൾ അതിനകത്ത് അത്യാവശ്യം വേണ്ട മെറ്റീരിയൽ ഉപയോഗിക്കാത്ത ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നമ്മൾ ഏൽപ്പിക്കത്തില്ല. ഇതുപോലൊരു പേര് കേട്ട കമ്പനി ഒരു കാരണവശാലും ഏൽപ്പിക്കത്തില്ല. രേണു സുധി സത്യം പറയണോ കള്ളം പറയണോ എന്നുള്ളതിനെ ഉപരി അയാൾക്ക് പണി കിട്ടാൻ നല്ല പാടാണ്. അമ്മാതിരി പ്രശ്നത്തിലാണ് അയാൾ പോയി വീണിട്ടുള്ളത്. വസ്തു കൊടുത്താക്ക് പിന്നെ ഒരു സെൻറ്റ് അവിടെ നിന്ന് വിൽക്കാൻ പറ്റില്ല. ഇപ്പോഴും ഒരു വലിയ പറമ്പിൻ്റെ ഒരു ഭാഗത്ത് പുള്ളിക്കാരത്തിയുടെ വീട് അവിടെ ഇരിക്കുന്നു എന്നതിനപ്പുറം ആ ബാക്കി ഒരു വസ്തുവും വിറ്റുപോയിട്ടുമില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ബിഷപ്പ് ആഗ്രഹിച്ചത് കുറേയധികം പേര് അത് വാങ്ങിക്കും, കുറേയധികം പേര് അവരുടെ അടുത്ത് വന്ന് താമസിക്കും, അപ്പോൾ എൻ്റെ പ്രോപ്പർട്ടി സെല്ലാകും എന്നൊരു താല്പര്യം ബിഷപ്പിനും ഉണ്ടായിരുന്നു. അതും ഇല്ലാണ്ടായി. ഇനി ഇതിനകത്ത് സത്യം പറഞ്ഞാൽ താജ് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഒരു കാര്യവും വേണം എന്നുള്ള നിലയിൽ സഹായിച്ച വ്യക്തി അല്ലാതെയുള്ളത് താജ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ബാക്കി എല്ലാവർക്കും ഓരോ ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഞങ്ങളാണ് മതിൽ വെച്ച് കൊടുത്തിരുന്ന ഷാജൻ സക്കറിയയും പിന്നെ പരസ്യം കൊടുത്തിരുന്നു. അപ്പോൾ അയാൾക്കും ഉണ്ടായിരുന്നു അത് നമ്മളിങ്ങനെ ചെയ്തു എന്ന്. 24 അവർ ആ കുട്ടിക്കുള്ള പഠിത്തത്തിൻ്റെ പൈസ കൊടുത്തിട്ട് ഈ വീട് വരെ വെച്ച് കൊടുത്തത് അവരാണെന്നുള്ള പ്രചരണമാണ് അവർ നടത്തിയത്. ആകെ മൊത്തത്തിൽ എല്ലാവർക്കും പേര് വേണമായിരുന്നു. ആ പേരിന് വേണ്ടിയിട്ട് അവൾക്ക് വേണ്ടി മത്സരിച്ച് ചെയ്തു കൊടുത്തു. അവൾ തിരിച്ച് യമകണ്ഠം പണിയും കൊടുത്തു. ഇത്തരത്തിലുള്ള നന്മമരം എന്ന പേര് കേൾക്കാൻ വേണ്ടി ഇറങ്ങി നിൽക്കുന്ന എല്ലാത്തിനും ഇതുപോലെ പണി കിട്ടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മീ മൈസെൽഫ് ഒരു കാര്യം പറയാം, ഞാനും ഒത്തിരി പേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. രഹസ്യമായിട്ടാണ്. എനിക്ക് ആരുടെയും പേരോ പദവിയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ഇതോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ആഗ്രഹിക്കാത്തതിൻ്റെ കാരണം ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോയാലും അതിൻ്റെ ഇടയ്ക്ക് കുതികാല് വെട്ടാനായിട്ട് ഇപ്പുറത്തൊരു സംഘം നിൽപ്പുണ്ട്. ഈ സംഘങ്ങൾ ആരാണെന്നും കൂടെ ഒരു എക്സ്പ്ലനേഷൻ തരുമ്പോൾ ഏകദേശം പിടികിട്ടും. ചിലപ്പം ബിഷപ്പിൻ്റെ ചാനലോ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. ഞാൻ ഈ കോട്ടയം നാട്ടിലേക്ക് വരുന്നത് ഈ ഒരു യാത്രയെ മധ്യേ ഇവിടെ ഒന്ന് ഇറങ്ങിയതാണ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷനോട് ബേസ് ചെയ്തിട്ട് എൻ്റെ പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടി ഞാൻ ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അയാൾ വാങ്ങിയ ആ പണം, അയാളല്ല അവൾ,
വാങ്ങിയ ആ പണം തിരികെ ചോദിച്ചു എന്നൊരു കുറ്റമേ ഞാൻ ചെയ്തുള്ളൂ. എനിക്ക് തിരികെ ചോദിച്ചതേ ഓർമ്മയുള്ളൂ. നാളിതുവരെയായി ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ചെയ്യാത്ത കുറ്റത്തിന് എത്രത്തോളം അവഹേളനം നേരിടുന്നു എന്നറിയാമോ? ഇത് ലോക തത്വമാണ്. എല്ലായിടങ്ങളിലും ഇതുണ്ടാകും. നമ്മൾ നമ്മളെ സേഫ് ആക്കുക എന്നതിനപ്പുറം ഇതിനകത്തൊന്നും ഒന്നും പറയാനില്ല. ഒരു മനുഷ്യനെ സഹായിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ എക്സ്പീരിയൻസ് അല്ലേ പറയാൻ പറ്റൂ. തുടർന്ന് 2019 ശേഷമുള്ള എൻ്റെ ജീവിത വഴികളിലെല്ലാം തന്നെ ഇതുപോലുള്ള ഷോക്ക് ട്രീറ്റ്മെൻറ്റുകൾ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിനേക്കാൾ ഉപരി മറ്റൊരു വിഷയം പറയാം. ഞാൻ വിദേശത്തുണ്ടായിരുന്ന സമയത്ത് എനിക്ക് മാനേജറായിട്ടൊരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് 23 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കുഞ്ഞിൻ്റെ ഒരു 3 വയസ്സോ മറ്റോ പ്രായം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കയ്യിൽ ഒരുപാട് ജുവൽസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ വിറ്റിട്ട് ഞാൻ അവനെ കൊണ്ടുവന്ന് കിംസിൽ ട്രീറ്റ്മെൻറ്റിനും വിധേയനാക്കി. ആരെടുത്തുനിന്നൊന്നുമില്ല. അപ്പം അന്ന് അവന് സങ്കടം വരാതിരിക്കാൻ തലമുടി വരെ ഞാൻ മുട്ടയടിച്ചിരുന്നു. അമ്മാതിരി ഞാൻ അവനെ കെയർ ചെയ്തു. ആ പയ്യനെ ഞാൻ രക്ഷപ്പെടുത്തി. 10 ലക്ഷം രൂപയാണ് ഞാൻ അന്ന് കെട്ടിവെച്ചത്. എൻ്റെ ദേഹത്തുണ്ടായിരുന്ന മുഴുവൻ സ്വർണ്ണങ്ങളും വിറ്റിട്ടാണ് ഞാൻ അവന് വേണ്ടി അത് ചെയ്തത്. അവൻ അതിന് സേവായി, ഡിക്ലെയറായി, ഈ അസുഖത്തിൽ നിന്ന് അവൻ മുക്തനായി. മരുന്ന് മാത്രം എടുത്താൽ മതി എന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഡോക്ടർ കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം ആ പയ്യൻ എന്നെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ. എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന് ഇതുവരെയും ഞാൻ ചോദിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴോ എൻ്റെ ഒരു സുഹൃത്ത് വഴി ഈ പയ്യനെ ബാംഗ്ലൂരിൽ ഒരിടത്ത് നല്ലൊരു ജോലി കിട്ടിയെന്നും, എൻജിനീയറാണ്, നമ്മുടെ കമ്പനിയുടെ മാനേജിങ് ഇതായിരുന്നു പുള്ളി, എൻജിനീയറാണ്, ജോലി കിട്ടി സന്തോഷമായിട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം വർഷങ്ങൾക്കിപ്പുറം, ഒരു 3 കൊല്ലം 4 കൊല്ലങ്ങൾക്കിപ്പുറം ഇത് വീണ്ടും ഗ്രോത്ത് തുടങ്ങി, വീണ്ടും പ്രോബ്ലമായിട്ട് അതേ ആൾ ഈ ബ്ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് ചേച്ചി എന്ന് വിളിക്കുകയാണ്. ആ നിമിഷം എന്നിൽ നിന്നോ കിട്ടിയത് ബ്ലോക്കാണ്. ഇനി അതെന്തെന്ന് പറഞ്ഞാലും ആ ബ്ലോക്ക് ഞാൻ ഓപ്പൺ ചെയ്യത്തില്ല. അതൊരു പാഠമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം ഞാൻ ഇപ്പോഴാണ് അവതരിപ്പിക്കുന്ന, ഒരാളടുത്ത് ഞാനിത് ഷെയർ ചെയ്തിട്ടില്ല. ഇതുപോലൊരു 100 കാര്യം എനിക്ക് പറയാൻ പറ്റും. നമ്മൾ ചെയ്യുക, നമ്മുടെ കർമ്മം അത് തീർക്കുക, അത്രയേ ഉള്ളൂ. ബാക്കി ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവം തരും നമുക്ക്. ഇവിടെ നിന്നല്ലെങ്കിൽ മറ്റൊരിടത്തു നിന്ന് നമുക്കൊരു സഹായഹസ്തം തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മൾ ചെയ്തതിൻ്റെ ഫലമാണ് നമ്മളെ ഈ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മളെ കരകയറ്റി മുന്നോട്ട് നയിക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത്. ഇതൊരു അഡ്വൈസോ ഒരു ബിഷപ്പിനെ അഡ്വൈസ് ചെയ്യാനുള്ള ക്വാളിറ്റിയോ അതൊന്നും അല്ല ഞാനിവിടെ പറയുന്നത്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. സഹായിക്കാനേ പോകരുതെന്നാണ്. ഈ നന്മ മരങ്ങൾ കാണിക്കുന്നതൊക്കെ ഇങ്ങനെയാണ്. അവർ ചെയ്തു, ഇത് ചെയ്തു, അത് ചെയ്തു, ഇത് എന്തിന് നിങ്ങൾ പോകുന്നു? നിങ്ങൾക്ക് ബേസിക്കലി ഒരു ഇതുണ്ടാകും. ആ സാധനം നടക്കാതെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഫ്രസ്ട്രേഷൻ വരുന്നതും അവർ തിരിച്ചു വല്ലതും പറയുന്നതും. തിരിച്ചു പറയുമ്പോൾ അവർ തിരിഞ്ഞ് ഇന്ന് കടിക്കും. മൈൻഡ് ചെയ്യാതിരിക്കുകയായിരുന്നു വേണ്ടത്. നിരന്തരം അവരിങ്ങനെ കൊടുക്കുന്നു, ആ ഇൻ്റർവ്യൂ കൊടുക്കുന്നു, അതിനകത്തൊക്കെ നിങ്ങളെ പരാമർശിക്കുന്നു, നിങ്ങൾ തിരിച്ചതിനെ റിയാക്ട് ചെയ്യുന്നു. ആ റിയാക്ഷൻ അവൾക്ക് കൂടുതൽ ഇൻ്റർവ്യൂസ് കിട്ടുന്നു. ഇത് തന്നെയാണ് നടന്നത്. അതിൻ്റെ പരിണിത ഫലം നിങ്ങൾ പ്രതിക്കൂട്ടിലും അവൾ ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റൻറ്റുമായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ലാഭം അവൾക്ക് തന്നെയാണ്. എങ്ങനെ കൂട്ടിയാലും വസ്തു തിരിച്ചു വാങ്ങിക്കാൻ പറ്റുമോ? അവൾ തിരിച്ചു തരുമോ? ഇല്ല. അത്ര അഭിമാനബോധമൊന്നും അവൾക്കില്ല. പോയത് പോയി, വസ്തുവും പോയി, മാനവും പോയി, സ്വസ്ഥതയും പോയി. ദേ ഇപ്പോൾ ആളുകൾ കൊല്ലാൻ നടക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല എത്രത്തോളം സത്യമാണെന്ന്, പക്ഷേ സത്യമാകാനാണ് ചാൻസ്. അങ്ങനെയേ വരുള്ളൂ. നമ്മൾ ആരെ സഹായിച്ചാലും അവർ തിരിഞ്ഞ് നമ്മളെ കൊത്തുകയാണ്. സ്ഥിരമായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതാണ്. അതിലും ഞാൻ ഭീകരമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്, കാണുന്നില്ലേ? അത് തന്നെയാണ്. ഒരുത്തരെയും സഹായിക്കാൻ പോരുത്. അവരുടെ വിഷമം അവരുടെ വിഷമമാണ്. ആ വിഷമം അവർ തീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കല്ല് പോലെ നിൽക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ പഠിച്ച പാഠം. ഒരുപാട് പേർക്ക് ഇപ്പോൾ എൻ്റെ ഒരു ചെറിയ മുഷിവൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല, മിണ്ടില്ല, മൈൻഡ് ചെയ്യില്ല, ഒരു സപ്പോർട്ടും ചെയ്യില്ല എന്നുള്ളതൊക്കെ ഇപ്പോൾ എന്നെ അപ്രോച്ച് ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഒരു മറുപടിയാണ്. സോറി കേട്ടോ, ഞാൻ അങ്ങനെ എന്നെ അങ്ങനെ ആക്കി തീർത്തു എന്നുള്ളതാണ്. ബിഷപ്പും അങ്ങനെ ആയി തീരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ താജിക്കായ പറയുന്നത് കേട്ടപ്പോൾ സത്യത്തിൽ സങ്കടം തോന്നി. അദ്ദേഹത്തിന് എന്ത് ലാഭമാണ് ഇതിനകത്ത്? അദ്ദേഹത്തിൻ്റെ പദവി ഉപയോഗിച്ച് അത്യാവശ്യം പേപ്പർ വർക്ക്സൊക്കെ അദ്ദേഹം കുറച്ച് സ്പീഡപ്പ് ചെയ്തു കൊടുത്തു, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തു, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഞാൻ സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഫാമിലിയെ പറ്റി വളരെ മോശപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഒരിക്കലും പുറത്തു വിടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളതെന്നും സൂക്ഷിച്ച് തന്നെ വെക്കുന്നുണ്ട്. പക്ഷെ സത്യം അതാണ്. ആ പെണ്ണ് മൂലം അനുഭവിച്ച ഒരുപാട് പേര്, ഹനാൻ ഉൾപ്പെടെ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. അവൾക്കുൾപ്പെടെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ അവൾ വന്ന് പറയുന്നുണ്ട്. എവിടെയെങ്കിലും ഹനാൻ എൻ്റെ കൂട്ടുകാരിയാണെന്നോ ഹനാൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ A to Z സുധി മരണപ്പെട്ടു പോയത് കൊണ്ട് മാത്രം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരു ഡേർട്ടി പെണ്ണാണ് അത് എന്ന് ഞാൻ പറയും രേണു. പിന്നെ ഞാനിത് പറയാനുണ്ടായ കാരണം, രേണുവിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല. ഇപ്പം വന്നാലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല, താല്പര്യമില്ല. എനിക്ക് ആ കണ്ടന്റ് വേണ്ട എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അറിയുമോ, ഇത് നേരെ കൊണ്ടുപോയി
ബഷീറുടെ ടൈം ലൈനിൻ്റെ താഴെ ഇട്ടിരിക്കുന്നു, ഷെഫീന ബേബിയെ വെറുതെ വിടരുത്, രേണു സുധി അവൾ അത്രത്തോളം ദ്രോഹിച്ചു എന്ന്. രേണു ദ്രോഹിച്ചതൊന്നും കാണുന്നില്ല, എന്താ എനിക്കത് മനസ്സിലാകുന്നില്ല. രേണുവാണ് ഏറ്റവും വലിയ ദ്രോഹി, അതിനെപ്പറ്റി പറയുന്നവരല്ല. അതുകൊണ്ട് തന്നെയാണ് അതുൽ പറയുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുന്നത്, പറയട്ടെ കുറച്ചുകൂടി എന്ന്. അത്രത്തോളം ദ്രോഹം ചെയ്യാൻ പോയിട്ടല്ലേ. നിങ്ങൾ ചെയ്യുന്നത് നമ്മൾ പറയുമ്പോൾ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? ഇപ്പോൾ ബിഗ് ബോസിൽ പോയിട്ട് പുള്ളിക്കാരത്തി പറഞ്ഞത് എന്താണ്? അതെ, ഞാൻ വിവാഹം കഴിച്ചിരുന്നു, എനിക്ക് മുമ്പ് ഒരു പാസ്റ്ററുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഇത് നമ്മൾ ഇവിടെ ചോദിച്ചപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? എല്ലാം 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 അവളവിടെ സമ്മതിച്ചു കഴിഞ്ഞു, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തർ ചോദിക്കുമ്പം A to Z പറയുന്നുണ്ട്. ആകെ മൊത്തത്തിൽ ഫേക്കായ ഒരു സ്ത്രീയെ നിങ്ങൾക്ക് നാണമില്ലേ? അവളുടെ പണം വാങ്ങിയിട്ടാണെങ്കിൽ പോലും സപ്പോർട്ട് ചെയ്യാനെന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. സ്വാഭാവികമാണ്, ഇവിടെ കള്ളനും കൊള്ളക്കാർക്കും ഇതുപോലെ നുണ പറയുന്നവർക്കും കള്ളികൾക്കുമാണ് കാലം. സോ കാലം തെളിയിക്കും. താങ്ക് യു സോ മച്ച്.